നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള വൺ പോട്ട് റൈസാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. ടൊമാറ്റോ റൈസ് അഥവാ തക്കാളിച്ചോറ്. ബസ്മതി അരിയാണ് ഞാൻ ഇതിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ബസ്മതി അരിയോ അതിന് പകരം ജീരകശാല അരിയോ അല്ലെങ്കിൽ പൊന്നിയരി പോലുള്ള പുഴുങ്ങലരിയൊക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പൊന്നിയരിയൊക്കെ ഉപയോഗിക്കുമ്പം അതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരിയാണ്. ഇത് നന്നായിട്ട് കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അരമണിക്കൂർ ഇത് കുതിർത്തെടുത്തിരിക്കണം. അതിനുശേഷം വെള്ളമൊക്കെ ഊറ്റി മുഴുവൻ വെള്ളം കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട പ്രധാന ചേരുവ പറയേണ്ട ആവശ്യമില്ല, തക്കാളി തന്നെയാണ്. ഞാനിവിടെ 4 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ ഈ ടൊമാറ്റോ റൈസിനായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ചേർക്കുന്നത് 1 ടീസ്പൂൺ പെരുംജീരകം, 3-4 ഏലക്ക ഒന്ന് ചതച്ചെടുത്തത്, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഗ്രാമ്പു 2-3 എണ്ണം ഇതിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് അതും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതധികം ഗോൾഡൻ കളറൊന്നും ആവാൻ നിൽക്കരുത്. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വാടി വരുന്നത് വരെ ഇത് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്നു വന്നു കഴിഞ്ഞാൽ 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇനി ഒരു പിടി ഫ്രഷ് ആയിട്ടുള്ള പുതിനയില ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒരു 30 സെക്കൻഡോളം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി നിങ്ങൾക്ക് ഇതുപോലെ ഒന്നെങ്കിൽ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളി നല്ലപോലെ വഴന്ന് വരുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് അല്പം പോലും വെള്ളം ചേർക്കരുത്. ഈ തക്കാളി വേവുന്നതിന് മുമ്പ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ റൈസിന് വല്ലാതെ പുളിരസം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഇത് വഴന്ന് വന്ന് ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു റെഡ് കളർ ആകുന്നത് വരെ, എന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്ന അത്രയും നേരം ഇത് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഇതോടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് റൈസ് ചേർക്കാം. കഴുകി വാരി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് ഒരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാൻ പോവുകയാണ്. അപ്പം ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇത് മൊത്തം 4 കപ്പ് വെള്ളമുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം ഒരല്പം ഒട്ടലുള്ള പോലെ ഒരു റൈസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നിങ്ങൾക്ക് ഒന്നിനൊന്നും തൊടാതെ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പോളം വെള്ളം എടുത്താൽ മതിയാവും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള 1 പിടി മല്ലിയില ചേർക്കാം. പിന്നെ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് നല്ലപോലെ കനം കുറച്ച് അരിയുക, അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക, നെടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. വെയിറ്റ് ഇട്ടിട്ട് തീ മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കാം. എന്നിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പ്രഷർ മുഴുവൻ തന്നെ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് തുറക്കാം. തുറന്ന ഉടനെ തന്നെ നമ്മളിത് ഇളക്കരുത്, ഒരല്പം നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തവിയല്ല ഉപയോഗിക്കേണ്ടത്, ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെയൊന്ന് റൈസ് പൊക്കിയെടുക്കുക.
ചൂടോടെ തന്നെ ഇത് ഇളക്കിയാൽ റൈസൊക്കെ അങ്ങ് കുഴഞ്ഞു പോകുന്ന പോലെയാകും. അല്പം നേരം ഇത് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇത് വിളമ്പാം. തൈര് അല്ലെങ്കിൽ സലാഡ്, പപ്പടം ഇതിൻ്റെയൊക്കെ ഒപ്പം സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം, കമൻസിലൂടെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.